തിരുവനന്തപുരം ആര്യനാട് ITI തെരഞ്ഞെടുപ്പിൽ SFI AISF സഖ്യത്തിന് ജയം. KSU ABVP സഖ്യത്തിന് എല്ലാ സീറ്റുകളിലും പരാജയം. വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേർന്നുണ്ട്. ജിതിൻ, പരസ്യമായി തന്നെ BJPയും ABVPയും ഒപ്പം തന്നെ KSUവും പരസ്യ സഖ്യമായി തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വലിയൊരു നേട്ടം SFI AISF സഖ്യത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എങ്ങനെയായിരുന്നു വിജയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? സൗമ്യ, തിരുവനന്തപുരം ആര്യനാട് ITIയിൽ KSU ABVP സഖ്യത്തിനെതിരെ SFI AISF സഖ്യം സമ്പൂർണ്ണ വിജയമാണ് നേടിയിരിക്കുന്നത്. മുഴുവൻ സീറ്റിലും ABVP KSU സഖ്യത്തെ ഇടത് സഖ്യത്തിനെ തോൽപ്പിക്കാനായി. നിലവിൽ ചെയർമാനായി ജോമോനും മാഗസിൻ എഡിറ്ററായി നിജു, സ്പോർട്സ് സെക്രട്ടറിയായി ജിത്തു, ആർട്ട് സെക്രട്ടറിയായി മിഥുൻ, കൗൺസിലറായി അരുൺ, ജനറൽ സെക്രട്ടറിയായി നിഖിൽ എന്നിവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ആര്യനാട് ITI പൊതുവെ ഇടതുപക്ഷത്തിന്റെ ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ ശക്തി കേന്ദ്രമാണ്. അവിടെ എന്ത് വില കൊടുത്തും ജയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പരസ്യ സഖ്യമായി തന്നെ ABVPയും KSUവും മത്സരിച്ചത്. മുൻ വർഷങ്ങളിൽ ഒരു രഹസ്യ സഖ്യം ഇവർ തമ്മിൽ അവിടെ ഉണ്ടാകാറുണ്ടായിരുന്നു എന്നാണ് SFI നേതാക്കൾ പറയുന്നത്. ഇത്തവണ അത് പരസ്യമായി തന്നെ രംഗത്ത് വരികയായിരുന്നു. വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും പ്രകടനവും പോസ്റ്ററുകളും എല്ലാം തന്നെ ഇരുകൂട്ടരും ഒരുമിച്ചാണ് പ്രചരണം എല്ലാം നടത്തിയത്. കോളേജിൽ വ്യാപകമായി ഇരുകൂട്ടരുടെയും സ്ഥാനാർത്ഥികൾ ഒരുമിച്ചുള്ള ഫ്ലക്സുകളും സ്ഥാപിച്ചിരുന്നു. സീറ്റുകൾ തുല്യമായി പങ്കിട്ടെടുത്താണ് ABVPയും KSUവും ഇത്തവണ മത്സരിക്കുകയും ചെയ്തിരുന്നത്. ചെയർമാൻ സ്ഥാനം KSU ABVPക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. പ്രധാന സ്ഥാനങ്ങളിൽ 3 സീറ്റുകൾ ABVPക്ക് കൊടുക്കുകയും മറ്റ് 3 സീറ്റുകളാണ് KSU മത്സരിച്ചിരുന്നത്. ഇത്തരത്തിൽ എല്ലാ തരത്തിലും പരസ്യ സഖ്യത്തിൽ ഏർപ്പെട്ടാണ് KSUവും ABVPയും ആര്യനാട് ITI പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മത്സരിച്ചത്. എങ്കിലും അവിടെ ഇടത് വിദ്യാർത്ഥി സംഘടനകൾക്ക് വിജയം നേടാനായിരിക്കുന്നു. മുഴുവൻ സീറ്റിലും SFI AISF സഖ്യം ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു. ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ജേക്ക് SFI നേതാവ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ജേക്ക്, ഇവിടെ പരസ്യമായ ഒരു സഖ്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് KSUവും ABVPയും തമ്മിൽ. അതിനെ തകർത്താണ് ഇപ്പോൾ വലിയൊരു നേട്ടം SFI AISF സഖ്യത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ കാണുന്നത്? ജേക്ക്, കേൾക്കാമെന്ന് കരുതുന്നു. ഹലോ, എന്റെ ചോദ്യം കേട്ടു എന്ന് കരുതുന്നു. ജേക്ക്, ഒരുപക്ഷെ പരസ്യമായ ഒരു സഖ്യം തന്നെയായിരുന്നു KSUവും ABVPയും ഇവിടെ സ്വീകരിച്ചിരുന്നത്. പ്രചരണവും ആ വിധത്തിലായിരുന്നു, സ്ഥാനാർത്ഥികളെ നിർത്തിയതും ആ തരത്തിലായിരുന്നു. പക്ഷെ അതിനു മേലെ ഒരു വിജയം നേടാൻ SFI AISF സഖ്യത്തിനായി. ഈ ഒരു വിജയം എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും ഈ നമ്മുടെ കലാലയങ്ങളിൽ മാത്രമല്ല, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയുടെ രാഷ്ട്രീയത്തിൽ നമ്മളത് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. രാജഗോപാലിന്റെ ഉൾപ്പെടെയുള്ള വിജയം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ആ സഖ്യമാണ്. ശരിക്കും പറഞ്ഞാൽ കലാലയങ്ങൾക്കകത്തെ KSU ABVP ശക്തികൾക്ക് ഒരുമിച്ച് നിന്ന് മത്സരിക്കാൻ പ്രത്യക്ഷത്തിൽ തന്നെ ഉള്ള ചങ്കൂറ്റവും കരുത്തും നൽകിയത് ആ സഖ്യത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ്. ഇവർ ഒരുമിച്ച് നിന്ന് മത്സരിക്കുക മാത്രമല്ല, ഒരേപോലെ ഒരു ബോർഡിൽ ഒരുമിച്ച് അമ്മ പെറ്റ മക്കളെ പോലെ ABVP KSU സംഘടനകളുടെ സ്ഥാനാർത്ഥികൾ പടം വെക്കുന്നു. അതേപോലെ തന്നെ ഒരുമിച്ച് ABVPയുടെ കാവിക്കുടിയും KSUവിന്റെ നീല പതാകയും ഒരേപോലെ വിദ്യാർത്ഥികൾ ഒരു പ്രകടനത്തിൽ ഉയർത്തിപ്പിടിക്കുന്നു. എന്നിട്ട് ഇവർ ക്യാമ്പസിനകത്ത് പ്രചരണം നടത്തുന്നു. ഇതൊക്കെയായിരുന്നു ആര്യനാട് ITIക്കുള്ളിലെ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. സോഷ്യൽ മീഡിയയിലാകെ ഇപ്പോൾ ആ രംഗങ്ങൾ വൈറലായി പ്രചരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ആര്യനാട് ITIയിലെ വിദ്യാർത്ഥികൾ ഈ രാജ്യത്തിനകത്ത് മറ്റ് എവിടെയും എന്ന പോലെ തന്നെ കലാലയ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന വിദ്യാർത്ഥികൾ അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വണ്ണം വിധിയെഴുതി ഈ രാജ്യത്തിനകത്ത് RSSനും സംഘപരിവാരവും ഉയർത്തുന്ന രാഷ്ട്രീയത്തിനെതിരെ, ഈ രാജ്യത്തിനകത്ത് KSU കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ശക്തികൾ വെക്കുന്ന രാഷ്ട്രീയത്തിനെതിരെ വിദ്യാർത്ഥികൾ അവകാശപ്പെടുന്ന ബദല് അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെതാണ് എന്ന് ആര്യനാട് ITIയെ നല്ല ശക്തമായ കാലത്തിന്റെ ചുവരെഴുത്തി എന്ന വണ്ണം വിധിയെഴുതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആവേശകരമായ വിധിയെഴുത്ത് കൂടിയാണ്. ABVPയും KSUവും കൂടെ മത്സരിച്ചിട്ടും ഇടതുപക്ഷത്തെ താറുമാറാക്കാം എന്നൊരു ധാരണ ഈ നാട്ടിൽ ആരും വെച്ചു പുലർത്തേണ്ടതില്ല എന്ന് ആര്യനാട് ITI നമ്മോട് വിളിച്ചു പറയുകയാണ്. ജേക്ക, ഒരുപക്ഷെ അതാണ് ഒരു സുപ്രധാനമായ ഒരു വിഷയം. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽക്കേ ഇത്തരത്തിലുള്ള വലിയ നീക്കുപോക്കുകൾ കോൺഗ്രസ് BJP സഖ്യം നടത്തുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളതാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജഗോപാൽ വിഷയം, ഏറ്റവും ഒടുവിൽ കോർപ്പറേഷനിൽ പോലും ഈ വിധത്തിലുള്ള ഒരു സഖ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അടുത്ത കാലത്ത് വാർത്തയായി തന്നെ പുറത്തു വന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെ പരസ്യമായൊരു സഖ്യം KSU ABVP നടത്തിയിട്ടുള്ളത്. ഇത്തരത്തിലൊരു വിജയം നൽകുമ്പോഴും ഒരുപക്ഷെ ഭാവിയിൽ കൂടി ഈ വിധത്തിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുക എന്നൊരു സൂചന കൂടിയല്ലേ? കാരണം ഇങ്ങനെ ഒരു കോളേജിലേക്കോ അല്ലെങ്കിൽ ITIയിലേക്കോ ഉള്ള തെരഞ്ഞെടുപ്പിൽ പോലും ഇതാണ് സ്വീകരിക്കുന്ന നിലപാട്. തീർച്ചയായിട്ടും. കാരണം ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായ വിജയമായിരുന്നില്ല. ഇത്
തിരുവനന്തപുരം ജില്ലയുടെ രാഷ്ട്രീയ പാഠം ക്യാമ്പസുകളിൽ ആവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു BJP നേതൃത്വം നൽകുന്ന RSS നേതൃത്വം നൽകുന്ന വിദ്യാർത്ഥി സംഘടന എന്ന നിലയ്ക്ക് ABVP കോൺഗ്രസിന്റെ ആശീർവാദത്തോടു കൂടി KSUമായി സഖ്യം ചേർന്നത്. പക്ഷേ നല്ല രാഷ്ട്രീയ ബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വിധിയെടുത്ത് അവിടെ ഉണ്ടായി എന്നുള്ളത് ശ്രദ്ധേയമാണ്. ITI വിദ്യാർത്ഥികൾ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തെ ഒരു സാഹിത്യ വിഷയങ്ങളോ അല്ലെങ്കിൽ ചരിത്രം പോലെയുള്ള ഐച്ഛിക വിഷയങ്ങളോ പഠിക്കുന്ന ആളുകളല്ല. അവർ സാങ്കേതിക വിദ്യ അഭ്യസിക്കുന്ന കുട്ടികളാണ്. പക്ഷേ എന്നിട്ടും ഉയർന്ന രാഷ്ട്രീയ ബോധം കാഴ്ചവെച്ചുകൊണ്ട് കാലത്തിന്റെ ചുവരെഴുത്ത് ആവുന്നതിനുള്ള വിധി പുറപ്പെടുവിക്കാൻ ആ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, രാജ്യത്ത് എമ്പാടും JNUവിലാവട്ടെ, ഹൈദരാബാദ് സെൻട്രൽ സർവകലാശാലയിലാവട്ടെ ഒക്കെ RSSനെ എതിർക്കാൻ, സംഘപരിവാര രാഷ്ട്രീയത്തെ എതിർത്ത് തോൽപ്പിക്കാൻ വിദ്യാർത്ഥികൾ പിടിക്കുന്ന പതാക ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പതാകയാണ് എന്നുള്ള രാജ്യത്ത് എമ്പാടും കാണുന്ന ചുവരെഴുത്ത് തന്നെയാണ് ആര്യനാട് ITയിലും ഉണ്ടായിട്ടുള്ളത്. അത് ആവേശകരമാണ്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിലും ഇവിടെ ട്രിവാൻഡ്രം കോർപ്പറേഷനിലെ സംഭവമാണെങ്കിൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് നടപടി എന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയെങ്കിലും നേതൃത്വത്തിന്റെ ഒത്താശയോടെ അല്ലാതെ ഈ വിധത്തിൽ തീരുമാനങ്ങൾ എടുക്കാനാകുമോ? പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു വിഷയം തന്നെ പരിഗണിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇല്ല. കാരണം ABVPയുമായിട്ട് ചേരാൻ KSUവിന് കരുത്തു പകരണമെങ്കിൽ അത് അവരുടെ നേതൃത്വം പറഞ്ഞിട്ട് തന്നെയാണ്. ഇത്രയും കാലഘട്ടം പരസ്പര വിരുദ്ധമായി ABVPക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്ന, RSSനെതിരെ, നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു കാരണവശാലും തോന്നില്ല ഞങ്ങൾക്ക് ABVPയുമായി RSSുമായി കൂട്ടുചേരണമെന്ന് തോന്നില്ല. അപ്പോൾ അത് വളരെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള അജണ്ട സെറ്റ് ചെയ്ത് ഏത് വിധേനയും SFIയുടെ ആണി പറിച്ചെടുക്കാൻ കഴിയുമോ, SFIയുടെ അടിത്തറ ഇളക്കാൻ വേണ്ടി കഴിയുമോ, അങ്ങനെയെങ്കിൽ നമ്മൾ ആരുമായിട്ടും കൂട്ടുകൂടാ എന്ന ഉന്നതതല നിർദ്ദേശം ഉറപ്പായിട്ടും KSUവിന്റെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ അതിന്റെ കോർഡിനേഷൻ കമ്മിറ്റി എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഘടകം ഉണ്ടെന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. ആ ഘടകത്തിന് നേതൃത്വം നൽകുന്ന PC വിശ്വനാഥ് ആവട്ടെ, അതിന് ബാക്കി സഹായങ്ങൾ ചെയ്യുന്ന ഷാഫി പറമ്പിൽ നിന്നാവട്ടെ, ഇവരിൽ നിന്നൊക്കെയുള്ള കൃത്യമായ നിർദ്ദേശം ഇതിന്റെ പിന്നിലുണ്ട്. ഇല്ലാതെ കേവലമായി ITയിലെ വിദ്യാർത്ഥികൾക്ക് മാത്രം തോന്നുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടായതല്ല ഇത്തരത്തിലുള്ള ഒരു സഖ്യം എന്നത് നിസ്തർക്കമാണ്. അവിടെയാണ് ഒരുപക്ഷെ നമ്മൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എടുക്കുന്ന നിലപാടുകൾ നമ്മുടെ സാമ്പത്തിക മേഖലയിലായാലും സാമൂഹിക വിഷയങ്ങളിലായാലും ഒക്കെ തന്നെയും കഴിഞ്ഞ UPA സർക്കാരിന്റെ അതേ നിലപാടുകൾ തന്നെയാണ് തുടരുന്നത് എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സഖ്യങ്ങൾ, പ്രത്യേകിച്ച് ഓരോ മേഖല കേന്ദ്രീകരിച്ചുണ്ടാകുന്ന ഇത്തരം ചെറിയ സഖ്യങ്ങളൊക്കെ തന്നെയും ഈ നിലപാടുകളുടെ ഒരു ആവർത്തനത്തിന്റെ ഒക്കെ സൂചനകളല്ലേ? ജേക്കബ്, ജയന ടെലിഫോൺ ലൈൻ കട്ടായതാണ്. എന്തായാലും ഒരു സഖ്യം രൂപീകരിച്ചുകൊണ്ട് KSUവും ABVPയും SFI AISF സഖ്യത്തിനെതിരെ മത്സരിക്കുകയായിരുന്നു ചെയ്തിരുന്നത് ആര്യനാട് ITIയിൽ. എന്നാൽ തെരഞ്ഞെടുപ്പിൽ SFI AISF സഖ്യത്തിന് വൻ ജയം എന്ന് മാത്രമല്ല, ഒരു സീറ്റിൽ പോലും KSU ABVP സഖ്യത്തിന് ജയിക്കാനായില്ല എന്നതുകൂടി ഈ വിഷയത്തിന്റെ ഗൗരവം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് രാഷ്ട്രീയ പരിരക്ഷയില്ലെന്ന് കണ്ണൂരിലെ സർവകക്ഷി യോഗത്തിൽ സർക്കാർ. കണ്ണൂരിനെ സമ്പൂർണ്ണ സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ സർവകക്ഷി യോഗത്തിൽ ധാരണ. ഇനി രാഷ്ട്രീയ കൊലപാതകമുണ്ടായാൽ പരിപൂർണ ഉത്തരവാദിത്തം അതത് രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമെന്ന് മന്ത്രി AK ബാലൻ. ഇനി ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം ആ ബന്ധപ്പെട്ട കക്ഷിക്കായിരിക്കും. ഏത് ഭാഗത്ത് നിന്ന് ഉണ്ടായാലും രാഷ്ട്രീയമായിട്ടുള്ള ഒരു പരിരക്ഷയും, നിയമവിരുദ്ധമായിട്ടുള്ള അംഗീകരിക്കാൻ പറ്റാത്ത ഒരാക്ഷനും ഉണ്ടാകില്ല. ഗവൺമെന്റിന്റെ സഹായം ഉണ്ടാകുകയില്ല, നിഷ്പക്ഷമായിരിക്കും. സംസ്ഥാനത്ത് 47 IAS IPS ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് കേസുള്ളതായി വിവരാവകാശ രേഖ. 32 IAS ഉദ്യോഗസ്ഥർക്കെതിരെയും 15 IPS ഉദ്യോഗസ്ഥർക്കെതിരെയുമാണ് കേസുള്ളത്. സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരായ 47 പേർ വിവിധ കേസുകളിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്നുവെന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. TO സൂരജും ടോമിൻ തച്ചങ്കരിയുമാണ് അന്വേഷണം നേരിടുന്നവരുടെ പട്ടികയിൽ മുൻപന്തിയിലുള്ളത്. ഇരുവർക്കുമെതിരെയും 5 കേസുകളിലാണ് അന്വേഷണം നടക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനം, സിഡ്കോയിലെ അനധികൃത നിയമനം, അനധികൃതമായി സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകിയെന്ന ആരോപണം തുടങ്ങിയവയാണ് TO സൂരജിനെതിരെയുള്ള കേസുകളിൽ ചിലത്. വാഹനങ്ങളിൽ സ്പീഡ് ഗവർണർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട അഴിമതി, കൺസ്യൂമർ ഫെഡിലെ അഴിമതി തുടങ്ങി വിവിധ കേസുകളിൽ ടോമിൻ തച്ചങ്കരിയും അന്വേഷണം നേരിടുന്നുവെന്നും വിജിലൻസിൽ നിന്നും ലഭിച്ച വിവരാവകാശ രേഖയിൽ പറയുന്നു. വിവരാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് DB ബിനു. കേരളത്തിൽ മാത്രമായിട്ട് 50-ൽ താഴെ കേസുകളിൽ ഉയർന്ന IAS IPS ഉദ്യോഗസ്ഥന്മാർ പ്രതികളായിട്ടുണ്ട്. അത് വളരെ സുപ്രധാനമായ പദവികളിലിരിക്കുന്ന ആളുകളാണ്
ഈ കേസുകൾ നേരിടുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത. മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ, ടോം ജോസ്, VJ കുര്യൻ, ഷേഖ് പരീദ്, ബാലകൃഷ്ണൻ, ശങ്കർ റെഡ്ഡി, മനോജ് എബ്രഹാം തുടങ്ങിയവരും വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. പല കേസുകളിലും സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചതായും മറ്റുള്ളവയിൽ അന്വേഷണം നടന്നുവരുന്നതായും വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മുൻ വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡിക്കെതിരെയുള്ള 2 കേസുകൾ വിധി പറയുന്നതിന് ഈ മാസം 8ലേക്ക് മാറ്റി. തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയുടേതാണ് തീരുമാനം. സോളാർ കേസ് അട്ടിമറിച്ചതും ജേക്കബ് തോമസിന് നൽകിയ വിവാദ കത്ത് സംബന്ധിച്ച കേസിലുമാണ് കോടതി വിശദമായ വാദം കേട്ടത്. ഹൈക്കോടതി തള്ളിയ പരാതിയാണ് ഹർജിക്കാരൻ ഉന്നയിക്കുന്നതെന്നും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമമെന്നും വിജിലൻസ് പ്രോസിക്യൂഷൻ വാദിച്ചു. രേഖകൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് വിജിലൻസ് കോടതി വ്യക്തമാക്കി. സോളാർ കേസിൽ ഉമ്മൻചാണ്ടി, ആര്യാടൻ മുഹമ്മദ് എന്നിവരെ പ്രതികളാക്കി കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് പൊതുപ്രവർത്തകൻ പായിച്ചിറ നവാസ് പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ പരാതി വിജിലൻസ് മേധാവിയായിരുന്ന ശങ്കർ റെഡ്ഡി പൂഴ്ത്തി എന്നതായിരുന്നു കേസ്. മുഖ്യമന്ത്രിക്കും P. ജയരാജനുമെതിരെ പോലീസുകാരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മങ്ങാട്ടുപറമ്പ് KAPയിലെ വിനോബ് പാലക്കലാണ് പോസ്റ്റിട്ടത്. മുഖ്യമന്ത്രിയുടെ ശ്രീകൃഷ്ണ വേഷത്തിലുള്ള ഫോട്ടോയും ഇയാൾ പോസ്റ്റ് ചെയ്തു. ജയരാജനെ ഒറ്റക്കൈയെന്ന് അധിക്ഷേപിച്ചും CPIM നേതാക്കളെ പ്രാണൻ പോകുന്ന വേദന അറിയിക്കുമെന്ന ഭീഷണിയും ഇയാൾ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. കുഞ്ഞിന് മുലപ്പാൽ നിഷേധിച്ച സംഭവത്തിൽ മന്ത്രവാദി അറസ്റ്റിൽ. മുക്കം പോലീസാണ് കള്ളന്തോട് സ്വദേശി ഹൈദ്രോസ് തങ്ങളെ അറസ്റ്റ് ചെയ്തത്. കുട്ടിക്ക് മുലപ്പാൽ നിഷേധിച്ചതിൽ കുട്ടിയുടെ അച്ഛൻ മാപ്പ് പറഞ്ഞു. ഫേസ്ബുക്കിലൂടെയാണ് മാപ്പ് പറഞ്ഞത്. കള്ളന്തോട് സ്വദേശി ഹൈദ്രോസ് തങ്ങളെയാണ് മുക്കം പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ കുട്ടിയുടെ പിതാവ് ഓമശ്ശേരി സ്വദേശി അബൂബക്കറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഇടപെട്ട സംഭവത്തിൽ പ്രസവം നടന്ന മുക്കം EMS ആശുപത്രിയിലെ നഴ്സ് ഷാമിലയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 75-87 വകുപ്പ് പ്രകാരമാണ് കേസ്. കുട്ടിയുടെ മാതാവ് ഹഫ്സത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. കുഞ്ഞു പിറന്ന ശേഷം 24 മണിക്കൂർ കഴിഞ്ഞ് മുലപ്പാൽ നൽകാൻ സമ്മതിക്കുകയുള്ളൂ എന്ന പിതാവ് അബൂബക്കറിന്റെ നടപടിയാണ് കേസിനാധാരം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എറണാകുളത്ത് യുവ വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ CPIM കളമശ്ശേരി മുൻ ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. സക്കീർ ഹുസൈന് മുൻകൂർ ജാമ്യം നൽകുന്നതിനെ സർക്കാർ കോടതിയിൽ എതിർത്തിരുന്നു. വടക്കാഞ്ചേരി പീഡന പരാതിയിൽ പുനരന്വേഷണം നടത്തുമെന്ന് ASP പൂങ്കുഴലി പറഞ്ഞു. ഈ കേസ് ഫ്രഷ് ആയിട്ട് ആദ്യം മുതൽ ഞാൻ അന്വേഷിക്കും. ഈ കേസിന്റെ IO ഞാനാണ്. അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. അതല്ലാതെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോഴൊന്നും പറയാൻ പറ്റും. വടക്കാഞ്ചേരി പീഡന കേസിൽ ദേശീയ വനിതാ കമ്മീഷൻ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടി. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് വിശദീകരണം തേടിയത്. ആഭ്യന്തര വകുപ്പിനും DGPക്കും കത്ത് അയക്കുകയായിരുന്നു. NDTVയുടെ സംപ്രേഷണ നിരോധനം പിൻവലിക്കണമെന്ന് CPIM. മാധ്യമ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണിതെന്നും മോദി സർക്കാരിന്റെ ഏകാധിപത്യ പ്രവണതയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും CPIM പ്രസ്താവനയിൽ വ്യക്തമാക്കി. കൊല്ലം DCC ഓഫീസിൽ പരസ്യ മദ്യപാനം. DCC ഓഫീസിൽ സംഘം ചേർന്നിരുന്ന് മദ്യപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പീപ്പിൾ പുറത്തുവിട്ടു. മദ്യനിരോധനം നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചും ഇടതുപക്ഷത്തിന്റെ മദ്യനയത്തെ ആക്ഷേപിക്കുകയും ചെയ്യുമ്പോഴാണ് കൊല്ലം കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കോൺഗ്രസ് പ്രവർത്തകർ മദ്യപിക്കുന്നതിന്റെ ചിത്രം പീപ്പിൾ TV പുറത്തുവിടുന്നത്. DCC ഓഫീസിലെ യോഗം ചേരുന്ന ഹാളിൽ ജവഹർലാൽ നെഹ്റുവിന്റെയും പാതി കാണാനാവുന്ന R. ശങ്കറിന്റെയും ചിത്രങ്ങളെ സാക്ഷി നിർത്തിയാണ് മദ്യപാനം. മദ്യക്കുപ്പി ആദരണീയരുടെ ചിത്രത്തിന് മുന്നിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. മദ്യപാനത്തിനു ശേഷം ലഹരി മൂക്കുന്നതോടെ പിന്നെ കിടപ്പാകട്ടെ പ്രതാപവർമ്മ തമ്പാൻ മുൻകൈയെടുത്ത് നിർമ്മിച്ച പുതിയ മുറിയിലും. ചില നേതാക്കന്മാർ മദ്യപിച്ച് DCC ഓഫീസിന് മുന്നിലെത്തി ബഹളം വെച്ച സംഭവങ്ങളും അങ്ങാടിയിൽ പാട്ടാണ്. പരസ്യമായി ഒരു കോൺഗ്രസ് ഓഫീസിൽ മദ്യപിക്കുന്നത് പ്രവർത്തകരാണെങ്കിലും മദ്യനിരോധന നയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആത്മാർത്ഥതയില്ലായ്മയാണ് ഈ ചിത്രങ്ങളിലൂടെ പുറത്തുവരുന്നത്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊച്ചിയിൽ വീണ്ടും ഗുണ്ട അറസ്റ്റ്. 4-അംഗ സംഘത്തെ ആന്റി ഗുണ്ട സ്ക്വാഡാണ് പിടികൂടിയത്. ശരത്, ഷിബിൻ, ഡാനി, മുസ്തഫ എന്നിവരാണ് പിടിയിലായത്. വിവരങ്ങളുമായി സമീർ വടങ്ങോട് ചേരുന്നുണ്ട്. സമീർ, വിശദാംശങ്ങൾ. സ്വകാര്യ കമ്പനിയിലെ മാനേജറെ ലഹരി മരുന്ന് നൽകിയ ശേഷം അദ്ദേഹത്തെ വിവശനാക്കി ഒരു സ്ത്രീക്കൊപ്പം നിർത്തുകയും തുടർന്ന് ഫോട്ടോ എടുത്ത് പലതവണ ഈ വ്യക്തിയെ കാണിച്ചുകൊണ്ട് ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് പണം തട്ടിയ സംഭവമാണ് ഈ സംഭവത്തിലാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. 4 പേരെയാണ് ഇപ്പോൾ സിറ്റി ടാസ്ക് ഫോഴ്സ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മട്ടാഞ്ചേരി സ്വദേശിയായിട്ടുള്ള ഷിബിലി, തോപ്പുംപടി സ്വദേശിയായിട്ടുള്ള ഡാനി, ഉദയംപേരൂർ സ്വദേശി ശരത്ത്, തൃശൂർ സ്വദേശി മുസ്തഫ എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത്. കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ഈ സംഭവത്തിന് ഇടയാക്കിയ സാഹചര്യം. കൊച്ചിയിലെ ഇലക്ട്രോണിക് സ്ഥാപനത്തിൽ മാനേജറായിട്ടുള്ള
സ്വദേശിയാണ് ഇവർ ഇത്തരത്തിൽ വിളിച്ചു വരുത്തിക്കൊണ്ട് ഫോട്ടോ മയക്കുമരുന്ന് നൽകി മാറ്റിയ ശേഷം അദ്ദേഹത്തെ ഒരു നിർത്തുകയും വിവസ്ത്രനാക്കിക്കൊണ്ട് ഫോട്ടോ എടുക്കുകയും ചെയ്തത്. പല തവണകളിലായി 10 ലക്ഷം രൂപയാണ് ഈ വ്യക്തിയിൽ നിന്ന്, അജിത്ത് എന്ന തൃശൂർ സ്വദേശിയിൽ നിന്നും ഇവർ കൈപ്പറ്റിയിരിക്കുന്നത്. ഈ സംഭവത്തിൽ നേരത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ അന്വേഷണം നടന്നിരുന്നുവെങ്കിൽ കൂടി ഈ പ്രതികളെല്ലാം ഒളിവിൽ പോവുകയായിരുന്നു. പിന്നീടാണ് കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിക്കൊണ്ട് രൂപീകൃതമായിട്ടുള്ള സിറ്റി ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവർക്കായിട്ടുള്ള അന്വേഷണം നടത്തുകയും ഇവരെ പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ വിവിധ കേസുകളിൽ ഈ പ്രതികൾ ഉൾപ്പെട്ടിരുന്നു. ഇവരെ ഹിറ്റ് ലിസ്റ്റിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ 4 പേര് അറസ്റ്റിലായിരിക്കുന്നത്. കൊച്ചിയിലെ ഗുണ്ടകളെ അമർച്ച ചെയ്യാനുകൊണ്ട് രൂപീകൃതമായിട്ടുള്ള സിറ്റി ടാസ്ക് ഫോഴ്സാണ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സൗമ്യ. സമീറാണ് വിവരങ്ങൾ നൽകിയത്. ഒരു ലുലു ഗ്രൂപ്പ് അമേരിക്കയിലും പ്രവർത്തനം ആരംഭിച്ചു. ന്യൂജേഴ്സിയിലെ ലിങ്സ്റ്റണിൽ 75,000 സ്ക്വയർ ഫീറ്റിലാണ് വൈ ഇന്റർനാഷണൽ USA പ്രൈവറ്റ് ലിമിറ്റഡിന്റെ എക്സ്പോർട്ട് വെയർഹൌസ് പ്രവർത്തനം ആരംഭിച്ചത്. യൂസഫ് അലി പ്രസിഡന്റായുള്ള വൈ ഇന്റർനാഷണൽ USA അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിലേക്കും ലുലു കേന്ദ്രങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്നതിനുള്ള വെയർഹൌസാണ് പ്രവർത്തനം ആരംഭിച്ചത്. ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലത്തെ വാർത്തകൾ മാധ്യമങ്ങൾക്ക് നൽകുന്നതിനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വകാര്യ പരസ്യ ഏജൻസിയെ ഏൽപ്പിക്കുന്നു. കാലങ്ങളായി സംസ്ഥാന സർക്കാരിന് കീഴിലെ പബ്ലിക് റിലേഷൻസ് വകുപ്പാണ് വാർത്തകൾ നൽകിയിരുന്നത്. ഇത് ഒഴിവാക്കിയാണ് ദേവസ്വം ബോർഡ് UDF നേതൃത്വവുമായി വളരെ അടുപ്പമുള്ള തിരുവനന്തപുരത്തു നിന്നുള്ള സ്വകാര്യ പരസ്യ ഏജൻസിക്ക് കരാർ നൽകാൻ തയ്യാറാകുന്നത്. കാലങ്ങളായി PRD ആണ് ശബരിമലയിലെ വാർത്തകളും പരിപാടികളും മാധ്യമങ്ങൾക്ക് നൽകി വന്നിരുന്നത്. എന്നാൽ PRD പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ഉയരുന്നില്ലെന്ന് പറഞ്ഞാണ് അതിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ശബരിമല മണ്ഡല മകരവിളക്ക് ആഘോഷത്തിന്റെ വാർത്തകൾ നൽകാനുള്ള ചുമതല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാൻ തയ്യാറെടുക്കുന്നത്. എന്നാൽ ദേവസ്വം ബോർഡിനെ പുകഴ്ത്തി വാർത്തകൾ മാധ്യമങ്ങൾക്ക് നൽകുന്നതിൽ PRD വീഴ്ച വരുത്തുന്നു എന്നതാണ് ദേവസ്വം ബോർഡിന്റെ മെമ്പർമാർ സ്വകാര്യമായി സമ്മതിക്കുന്നതും. തീർത്ഥാടന കാലത്ത് 3 ലക്ഷത്തോളം രൂപയാണ് സർക്കാർ PRDക്ക് നൽകി വരുന്നത്. ഇതിൽ കുറഞ്ഞ തുകയ്ക്ക് സ്വകാര്യ കമ്പനി വാർത്തകൾ നൽകുമെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നതും. കഴിഞ്ഞ 2 വർഷമായി തിരുവനന്തപുരത്ത് നിന്നുമുള്ള ഈ പരസ്യ കമ്പനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ഇക്കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. കമ്പനിക്ക് UDF നേതൃത്വവുമായി അടുത്ത ബന്ധമാണുള്ളതെന്നും അതിനാൽ ഈ കമ്പനിക്ക് തന്നെ തീർത്ഥാടന കാലത്ത് ആഘോഷത്തിന്റെ വാർത്തകൾ നൽകാനുള്ള ചുമതല നൽകാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നീങ്ങുന്നതെന്നുമാണ് സൂചന. എന്നാൽ ദേവസ്വം ബോർഡിന്റെ ഈ തീരുമാനത്തോട് സർക്കാരിന് തീരെ തൃപ്തിയില്ലതാനും. നേരത്തെ എറണാകുളത്ത് വെച്ച് നടന്ന സർക്കാർ പരിപാടിയുടെ വാർത്ത മാധ്യമങ്ങൾക്ക് നൽകിയതിൽ വലിയ വീഴ്ച വരുത്തിയിട്ടുള്ളതാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള ഈ പരസ്യ കമ്പനി. ഈ വീഴ്ചയിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പരസ്യമായി ഖേദം പ്രകടിപ്പിച്ചിട്ടുള്ളതുമാണ്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കൊല്ലം കളക്ടറേറ്റ് ബോംബ് സ്ഫോടനത്തിന്റെ അന്വേഷണ ചുമതല കൊല്ലം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്ക് കൈമാറി. അതേസമയം കൊല്ലം സ്ഫോടനത്തിൽ ഉപയോഗിച്ച ടൈമർ സെക്കന്ദരാബാദിൽ ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് വാങ്ങിയത് എന്ന് കണ്ടെത്തി. കേരളത്തിലെ വിവിധ ജയിലുകളിൽ കഴിയുന്ന തീവ്രവാദ കേസുകളിലെ പ്രതികളെ കാണാനെത്തിയവരുടെ വിശദാംശങ്ങൾ കൊല്ലം പോലീസ് ശേഖരിച്ചു. മലപ്പുറം സ്ഫോടനത്തിന്റെ അവകാശവാദം ഉന്നയിച്ച് ബേസ് മൂവ്മെന്റ് രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഒരു തുമ്പും ഇല്ലാതെയായിരുന്നു കൊല്ലത്തെ അന്വേഷണ സംഘം അല്ലുമ്പയിൽ നിന്ന് വേർപെട്ട ബേസ് മൂവ്മെന്റിലേക്ക് സംശയം മുനവെച്ച് അന്വേഷിച്ചത്. മാത്രമല്ല, സ്ഫോടനത്തിന് ഉപയോഗിച്ച ടൈമർ മഹാരാഷ്ട്രയിൽ നിർമ്മിച്ചതാണെന്നും വാങ്ങിയത് സെക്കന്ദരാബാദിലെ ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിൽ നിന്നാണെന്നും കണ്ടെത്തിയിരുന്നു. ടൈമറിന്റെ സീരിയൽ നമ്പറിന്റെ അപ്പുറവും ഇപ്പുറവുമുള്ള നമ്പറിൽപ്പെട്ട 2 ടൈമറുകൾ ഇതേ സ്ഥാപനത്തിൽ നിന്ന് പോലീസിന് ലഭിച്ചു. തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിന്റെ സഹകരണത്തോടെ തമിഴ്നാട്ടിലും കൊല്ലം പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. കൊല്ലം കളക്ടറേറ്റ് സ്ഫോടനത്തിനും പൊട്ടാസ്യം നൈട്രേറ്റ് ഉപയോഗിച്ചതായി ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞു. കൊല്ലം മലപ്പുറം സ്ഫോടനങ്ങൾക്ക് സമാനത ഉള്ളതിനാൽ ഇന്ന് കൊല്ലം പോലീസ് സംഘം മലപ്പുറത്തേക്ക് പോകും. ഒന്നിലധികം സ്ഫോടനങ്ങൾക്ക് ഒരേ ഇനം ടൈമർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും ഒരേ സ്ഥാപനത്തിൽ നിന്നാണോ ഇവ വാങ്ങിയതെന്ന് പരിശോധിക്കുകയാണ് ലക്ഷ്യം. സുപ്രധാന വിവരങ്ങളാണ് കൊല്ലം പോലീസ് മലപ്പുറം പോലീസിന് കൈമാറിയത്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം.